യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ അനന്തമായ കൃപ ഞങ്ങളിലേക്ക് ചൊരിയണമേ. സ്വർഗം തുറക്കണമേ. വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് കർത്താവേ, ഞങ്ങളുടെ ജീവിതം മാറ്റപ്പെടാനുള്ള ഒരു അനന്ത കൃപ നീ നൽകണമേ. പരിശുദ്ധ അമ്മേ, സഹായിക്കണമേ. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം എൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. കൽക്കട്ടയിലെ അമ്മ തെരേസയുടെ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു. ഈ വചനഭാഗമെല്ലാം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ എപ്പോഴും മനസ്സിൽ വരുന്ന ഒരു വിശുദ്ധയുടെ മുഖം കൽക്കട്ടയിലെ അമ്മ തെരേസയുടെയാണ്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ കൽക്കട്ടയിലെ അമ്മ തെരേസ ജനിക്കുന്നത് അൽബേനിയ എന്ന് പറഞ്ഞ രാജ്യത്തിലാണ്. ഓഗസ്റ്റ് 26, 1910 1910 അമ്മ ജനിക്കുന്നത്. അൽബേനിയയിൽ ജനിച്ച ഒരു സ്ത്രീ വളർന്ന് നമ്മുടെ ഭാരതത്തിൻ്റെ മണ്ണിൽ വന്ന് ജീവിച്ച് വലിയൊരു മാതൃക കാട്ടിക്കൊടുത്ത് അൾത്താരയിൽ വരെ വണങ്ങത്തക്ക ലെവലിൽ സ്വർഗം ഉയർത്തിയ ആ അമ്മയുടെ നാട്ടുകാരാണ് നമ്മളൊക്കെ എന്ന് പറയുന്നതിലും നമുക്ക് വലിയൊരു അഭിമാനമുണ്ട്. അമ്മ മരിക്കുന്നത് സെപ്റ്റംബർ 5, 1997 എൻ്റെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. അമ്മ എപ്പോഴും ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു ചിന്തയും വലിയൊരു ഒരു ആത്മീയമായ ഒരു ഉണർവും ഒരു ബൂസ്റ്റിങ്ങും എല്ലാം അമ്മ പറഞ്ഞ ഒരു വാചകത്തിലാണ്: പീസ് ബിഗിൻസ് വിത്ത് എ സ്മൈൽ. സമാധാനം തുടങ്ങുന്നത് ഒരു പുഞ്ചിരിയിൽ നിന്നാണ്. നമ്മുടെയൊക്കെ ഫ്രണ്ടിൽ വരുന്ന ആരുടെയെങ്കിലും മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ച് കാണിക്കുന്നതിലൂടെയാണ് ഒരു സമാധാനത്തിൻ്റെ ഒരു തുടക്കം അവിടെ നിന്നാന്നൊക്കെയാണ് പറയുന്നത്. കുടുംബത്തിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ അമ്മ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പാവങ്ങളുടെ അമ്മ, പട്ടിണിക്കാരുടെ അമ്മ എന്നൊക്കെ വിളിക്കപ്പെടുന്നുണ്ട്. സമാധാനത്തിൻ്റെ സ്ത്രീ എന്നൊക്കെ പറഞ്ഞ് വിളിക്കപ്പെടുന്നുണ്ട്. എനിക്ക് പരിചയത്തിലുള്ള ഒരു ഡോക്ടറുണ്ട്. ആളൊരു ഹോമിയോ ഡോക്ടറാണ്. ഡോക്ടർ സഞ്ജീവ് എന്നാണ് ആളുടെ പേര്. ഞാൻ എപ്പോഴും ആളെ കാണാറുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മരുന്ന് കാര്യങ്ങളൊക്കെ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്ത് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഡോക്ടർ പഠിച്ചത് മംഗലാപുരത്താണ്. അപ്പം ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്. മംഗലാപുരത്ത് ഡോക്ടർ പഠിച്ച ആ കോളേജിൽ ഒരു പ്രാവശ്യം മദർ തെരേസ വിസിറ്റിന് വന്നിരുന്നു. അപ്പം അമ്മയെ സ്വീകരിക്കുവാനും ഒന്ന് ഇൻവൈറ്റ് ചെയ്യാനൊക്കെ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അതിൻ്റെ ലീഡറായിട്ട് നിന്നത് ഈ ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ അമ്മയെ ഒരു പൂച്ചെണ്ട് കൊടുത്ത് ഇൻവൈറ്റ് ചെയ്തു. പക്ഷേ ഈ മദർ തെരേസയുടെ അടുത്തോട്ട് ഡോക്ടറിന് നീങ്ങാൻ പറ്റുന്നില്ല. കാരണം ദേഹം മൊത്തം എന്തൊക്കെയോ ഇങ്ങനെ ഒരു വൈബ്രേറ്റിംഗ് ഫോഴ്സ് ഈ ഡോക്ടറെ ഇങ്ങനെ അങ്ങ് പൊതിയാൻ തുടങ്ങുകയാണ്. ഡോക്ടറിനെ അങ്ങ് കരച്ചിൽ വരുന്നു. അടുത്തോട്ട് നീങ്ങാൻ പറ്റുന്നില്ല. ഈ പൂച്ചെണ്ടുമായിട്ട് അമ്മയുടെ അടുത്ത് ചെന്ന് നിൽക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ ഒരു ആത്മീയ ഒരു അനുഭവത്തിലൂടെ ഡോക്ടർ കടക്കുന്നതായിട്ട് ഡോക്ടറിന് തോന്നി. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, വേറെ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്നപ്പോഴും അങ്ങനെ ഒരു സാന്നിധ്യമോ അല്ലെ അങ്ങനത്തെ ഒരു അനുഭവമൊന്നും ഡോക്ടറിന് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഈ അമ്മയുടെ അടുത്ത് നിന്നപ്പോൾ, മദർ തെരേസയുടെ അടുത്ത് നിന്നപ്പോൾ അങ്ങനത്തെ ഒരു അനുഭവത്തിലൂടെ അമ്മ പയ്യെ ആ ഡോക്ടർ മാറിയുണ്ടായി. എന്നിട്ട് ഡോക്ടർ പറഞ്ഞിങ്ങനെയാണ്, ജസ്റ്റ് ആ പൂച്ചെണ്ട് വാങ്ങിച്ചു, ജസ്റ്റ് ഒന്ന് വെൽക്കം സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ നേരെ എങ്ങോട്ടോ നടന്നു പോകുന്നതാണ് കണ്ടതെന്ന് പറഞ്ഞു.
അപ്പം അവിടെ ആദ്യമായിട്ടാണ് ആ മംഗലാപുരത്ത് ഈ അമ്മ വന്ന് ഇറങ്ങുന്നത്, ആ ഹോസ്പിറ്റൽ സന്ദർശിക്കുന്നത്. അവിടുത്തെ ഒരു സ്ട്രക്ചറോ ഒന്നും അമ്മയ്ക്ക് അറിവുണ്ടാവില്ല. അപ്പം അമ്മ നേരെ പോയത് ലെപ്രസി വാർഡിലേക്കാണ്. അപ്പോൾ ആരും അങ്ങോട്ട് പോകാൻ മടിക്കും. കാരണം ഒത്തിരി പ്രിക്കോഷൻസൊക്കെ എടുത്തിട്ടാണ് ആ ഒരു വാർഡിൽ അവിടെ കിടക്കുന്ന രോഗികളെ ചികിത്സിക്കാനായിട്ട് ഈ ഡോക്ടേഴ്സ് ഉൾപ്പെടെ അങ്ങോട്ട് കടന്നു പോകുന്നത്. പക്ഷേ ഈ ഡോക്ടർ പറഞ്ഞത്, ഈ മദർ തെരേസ അവിടെ ഇറങ്ങിയിട്ട് അമ്മ ഇങ്ങനെ ഒലിച്ചു വിട്ട് നടക്കുവാന്നാണ് പറയുന്നത്. നല്ല സ്പീഡിൽ ഇങ്ങനെ നടന്ന് അതിൻ്റെ ആ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൻ്റെ ഒരു അങ്ങേ അറ്റത്താണ് ലെപ്രസി വാർഡ്. നേരെ അങ്ങോട്ട് കയറി ചെന്നെന്നാണ് പറയുന്നത്. ഇവരെയൊക്കെ അങ്ങ് അമ്പരപ്പിച്ച് കളഞ്ഞു. കാരണം ഒരു ഗ്ലൗസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അതിനകത്തോട്ട് കയറുന്നു, ആ രോഗികളെയൊക്കെ കെട്ടിപ്പിടിക്കുന്നു. അപ്പം പലപ്പോഴും അമ്മ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു ഐറിഷ് റൈറ്റർ ഇങ്ങനെ എഴുതി വെച്ചു, അതായത് മദർ തെരേസയെ ഒരു ഇൻ്റർവ്യൂ ചെയ്യും ആൾ. അപ്പം മദർ തെരേസയോട് ഇങ്ങനെ പറയാണ്, ഒരു 10,000 യൂറോ എനിക്ക് തന്നു കഴിഞ്ഞാൽ എനിക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അമ്മ എങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത്? അതിന് മദർ തെരേസ കൊടുത്തൊരു ഉത്തരം ഇതാണ്, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ അതിന് നിർബന്ധിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ അതിന് നിർബന്ധിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും നമ്മളും ഇതുപോലെ എന്തെങ്കിലും ഒരു കോൾ, ഇൻസൈഡ് എ കോൾ എന്നൊക്കെ പറയാം, അങ്ങനെ ഒരു വിളിയിലേക്ക് വന്ന് കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങുന്ന ഓരോ വ്യക്തിക്കുള്ളിലും സംഭവിക്കുന്നൊരു കാര്യമാണ്, നമ്മൾ പോലും അറിയാതെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യും. കാരണം ഉള്ളിലുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ അതിന് നിർബന്ധിക്കും. അങ്ങനെ ഈ ഡോക്ടർ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളിങ്ങനെ ഷെയർ ചെയ്തു, അന്ന് നടന്ന സംഭവങ്ങളൊക്കെ. അതെല്ലാം കഴിഞ്ഞാൽ ഞാൻ ഒരു ദിവസം റീസെൻ്റായിട്ട് ഇറങ്ങിയ ഒരു സിനിമയുണ്ട്, ദ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്, മദർ തെരേസയുടെ ജീവിത ചരിത്രമാണ്. ആ സിനിമ ഇങ്ങനെ ഇരുന്ന് കാണാനിടയായി. കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. അപ്പം അതിലൂടെയൊക്കെ കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക, അമ്മ എന്തുമാത്രം ത്യാഗം സഹിച്ചാണ്, എന്തുമാത്രം വേദനകൾ സഹിച്ചാണ് അങ്ങനെ ഒരു ഈ അൾത്താര വണക്കത്തിനൊക്കെ യോഗ്യമായെന്നൊക്കെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അമ്മ ഒരു മിണ്ടാമഠത്തിൽ കന്യാസ്ത്രീയായിട്ട് ചേർന്നൊരു ആളായിരുന്നു. 4 ഭിത്തിക്ക് ഉള്ളിൽ പ്രാർത്ഥിച്ച് കർത്താവിനെ ഫുൾ ടൈം ആരാധിച്ച് പൊയ്ക്കൊണ്ടിരുന്ന ഒരു മിണ്ടാമഠത്തിലെ സിസ്റ്ററായിരുന്നു. ഇപ്പം നമ്മളെയൊക്കെ ദൈവം ഓരോ ഉത്തരവാദിത്തങ്ങൾ നൽകി വിളിച്ചിട്ടുണ്ട്. എ കോൾ ഇൻസൈഡ് എ കോൾ എന്ന് പറയും. ഒരു വിളിക്കുള്ളിൽ ഒരു വിളി. നമ്മളിപ്പോൾ വിവാഹം കഴിച്ച് ജീവിക്കുന്നു. വിവാഹം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു വിളിയാണ്, വിവാഹം കഴിച്ച് ജീവിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു വിളിയുണ്ട്. എ കോൾ ഇൻസൈഡ് എ കോൾ എന്ന് അതിന് പറയുന്നത്. അപ്പം നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പാർട്ട്ണറെ എനിക്ക് തന്നത് ദൈവമേ, അതിൻ്റെ ഉള്ളിലെ ഒരു ദൈവഹിതം എന്താണ്? അങ്ങനെയൊക്കെ നമ്മൾ അന്വേഷിച്ച് പോകാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കിക്കൊള്ളുക, ആ വിളിക്കുള്ളിലെ ഒരു വിളി ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് പയ്യെ തേടാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അപ്പം ആ ഒരു ജോലി എന്ന് പറയുന്നൊരു വിളിയാണ്. അതിൻ്റെ ഉള്ളിലൊരു വിളിയുണ്ട്, ഒരു പർട്ടിക്കുലർ, അതിൻ്റെ ഉള്ളിൽ ഞാനൊരു സാധനം ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ ആർക്കും ഇത് ചെയ്യാമല്ലോ. ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു ജോലി ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അത് എന്തുകൊണ്ട് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, അല്ലെ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷ. ഞാനിവിടെ വന്നില്ലെങ്കിൽ വേറൊരാളിവിടെ വരും, വചനം പങ്കുവയ്ക്കും, ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകും. പക്ഷേ ഇത് എന്നെ കർത്താവ് ഏൽപ്പിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ മേൽ ഒരു ഉത്തരവാദിത്തമുണ്ട്. അതിൻ്റെ ഉള്ളിൽ എനിക്ക് ഇപ്പോൾ പുറമേ ഇങ്ങനെ വചനമൊക്കെ പറയാം, അതിൻ്റെ ഉള്ളിൽ വേറൊരു സംഭവം ദൈവം ചെയ്യുന്നുണ്ട്. കാരണം ദൈവം നമ്മൾ പോലും അറിയാതെ നമ്മളിലൂടെ ആ കാര്യം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ഈ കോൾ ഇൻസൈഡ് എ കോൾ എന്ന് പറയുന്നത്. ആ ഉള്ളിലെ വിളി നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുമ്പോഴാണ് ആ ഒരു അങ്ങനത്തെ ഒരു പർട്ടിക്കുലർ ലൈഫിലേക്ക് പതുക്കെ മാറുന്നത്. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഈ അമ്മ ഈ മിണ്ടാമഠത്തിൻ്റെ ആ ജനലൊന്ന് തുറന്ന് പുറത്തേക്ക് നോക്കുന്നു. ശരിക്കും തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ് എന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ ഒരു ബോക്സിനുള്ളിൽ കിടന്ന് തിങ്ക് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നവരാണ്. ഈ പൊട്ടക്കൻ്റെ കിടക്കുന്ന തവളയുടെ അവസ്ഥയാണ് നമ്മുടെയൊക്കെ ജീവിതം. ആ തവളയുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കിണറാണ് ജീവിതം, അതിൻ്റെ അപ്പുറം ഒരു ജീവിതം ഇല്ല എന്നാണ് ആ തവള വിചാരിക്കുന്നത്. ഇതുപോലെയാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ. ഇങ്ങനെ ഒരു പെട്ടിക്കുള്ളിലാണ് നമ്മുടെ ചിന്താഗതി. അതിൻ്റെ പുറത്ത് ഒരു ലോകമുണ്ടെന്നും വിശാലമായൊരു ലോകമുണ്ടെന്നും വിശാലമായൊരു ചിന്താഗതി ഉണ്ടെന്നും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഈ അമ്മ പതുക്കെ ആ മിണ്ടാമഠത്തിൻ്റെ ജനാലകൾ പയ്യെ തുറന്ന് വെളിയിലേക്ക് നോക്കിയപ്പോൾ അമ്മ കണ്ട കാഴ്ച 2 കുഞ്ഞുങ്ങൾ വയറൊട്ടി നിൽക്കുന്നു. പട്ടിണി കൊണ്ട് ഈ വയറെല്ലാം ഇങ്ങനെ ഒട്ടി 2 കുഞ്ഞുങ്ങൾ നിൽക്കുന്നു. ഈ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇത് കണ്ടിട്ട്. അമ്മ അടുക്കളയിൽ ചെന്ന് 2 ബണ്ണ് എടുത്ത് ഈ മിണ്ടാമഠത്തിൻ്റെ മതിലുകൾ ബ്രേക്ക് ചെയ്ത് അമ്മ പുറത്ത് ചാടി ഈ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ഓട്ടിച്ചെല്ലുന്നു. എന്നിട്ട് ഈ കുഞ്ഞുങ്ങളുടെ കയ്യിലേക്ക് ഈ 2 ബണ്ണ് കൊടുക്കുന്നു. ഈ കുഞ്ഞുങ്ങൾ ഈ ബണ്ണ് വാങ്ങിച്ചിട്ട് ഈ ആർത്തി കൊണ്ട് ഇങ്ങനെ വിശന്ന് പൊരിഞ്ഞ്
ഈ കട്ടിച്ച് വലിച്ച് തിന്നുകയാണ്. അതിൽ മൂത്ത കുഞ്ഞ് ഈ പകുതി ബണ്ണ് കഴിച്ചു കഴിഞ്ഞിട്ട് ഈ പകുതി ബണ്ണ് ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ്. അപ്പോൾ അമ്മ ഈ കുഞ്ഞിനോട് ചോദിക്കുന്നുണ്ട്, കുഞ്ഞെ നിൻ്റെ വിശപ്പ് തീർന്നോ? ആ കുഞ്ഞ് പറയാണ്, ബണ്ണ് തീരുമോ എന്ന് പേടിയാ, ബണ്ണ് തീരുമോ എന്ന് പേടിയാ. ഞാനൊരു ദിവസം എനിക്ക് ചങ്ങനാശ്ശേരിയിൽ ഒരു ശുശ്രൂഷ. അപ്പം ഞാൻ ആലുവയിൽ നിന്ന് ട്രെയിൻ കയറി, ലോക്കൽ കമ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ ഞാനിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. വെളുപ്പാങ്കാലത്താണ്. അപ്പോൾ ലോക്കലിൽ വേറെ അങ്ങനെ വലിയ പാസഞ്ചേഴ്സൊന്നുമില്ല. എൻ്റെ നേരെ ഓപ്പോസിറ്റ് സീറ്റിൽ ഒരാൾ കിടപ്പുണ്ട്. അപ്പോൾ പുതച്ച മൂടിയൊക്കെ കിടക്കുകയാണ്, പുതപ്പൊക്കെ ഇങ്ങനെ മുഷിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കോട്ടയം അടുത്തെത്താറായപ്പോഴത്തേക്ക് ഇയാൾ പതുക്കെ എണീറ്റു. അതൊരു സ്ത്രീയായിരുന്നു. അപ്പം അന്ന് ഇച്ചിരി തണുപ്പ് കാലമാണ്. അപ്പം എനിക്ക് ഈ തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഞാൻ സ്വെറ്ററൊക്കെ ഇട്ട് ഇങ്ങനെ ക്യാപ്പൊക്കെ, ചെവിയൊക്കെ മൂടിയൊരു ക്യാപ്പൊക്കെ വെച്ച് ഫുൾ കൈ സ്ലീവൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു പുതപ്പൊക്കെ, ഒരു ഷോളൊക്കെ ഇങ്ങനെ പുതച്ച് മൂടി പിടിച്ചിരിക്കുകയാണ്. തണുപ്പ് ഒട്ടും അടിക്കാൻ പറ്റാത്തൊരു പ്രതീതിയാണ് എനിക്കും. അപ്പം നേരെ ഓപ്പോസിറ്റ് ഈ കൊച്ചിങ്ങനെ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വസ്ത്രമൊക്കെ അങ്ങ് കീറിയിരിക്കുന്നു. കീറി എന്നിട്ട് ഇതിൻ്റെ അടിവസ്ത്രമൊക്കെ കാണാം നമുക്ക്. അപ്പം ഇതിങ്ങനെ മുഷിഞ്ഞ്, വേറെ ഡ്രസ്സൊന്നുമില്ല. എന്നിട്ട് ഇതിങ്ങനെ പുതപ്പൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇച്ചിരി മാനസികമായിട്ട് എന്തോ ഒരു വിഭ്രാന്തി ഉണ്ടെന്ന് തോന്നുന്നു ആ കുഞ്ഞിന്. അതിലും എന്നെ ഒത്തിരി സങ്കടപ്പെടുത്തിയ കാര്യം, ഷി വാസ് എ പ്രഗ്നൻറ്റ്. അതിനെപ്പോലും വിട്ടുവയ്ക്കാത്ത ഒരു സമൂഹത്തിലൊക്കെയാണ് നമ്മളൊക്കെ ജീവിച്ചു പോണത്. അപ്പം അതിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ ഒരു ചുരുട്ടി പിടിച്ച ഒരു 10 രൂപയുടെ ഇങ്ങനെ നോട്ട് അതിങ്ങനെ എടുത്തിട്ട് ഒരാൾ പഴംപൊരി വിറ്റ് വന്നു. അയാളോട് ചോദിച്ചു, എനിക്കൊരു പഴംപൊരി തരുമോ? അയാൾ പറയാണ്, 3 എണ്ണമേ കൊടുക്കത്തുള്ളൂ, 30 രൂപയാണ്, ഒരെണ്ണമായിട്ട് കൊടുക്കില്ലെന്ന് പറഞ്ഞിട്ട് പോയി. ഞാനൊരു ദിവസം ഓർക്കുന്നുണ്ട്, എൻ്റെ വീട്ടിൽ ഒരു ദിവസം ഞാൻ 4 പപ്സ് വാങ്ങിച്ച് വീട്ടിൽ വന്നു. എൻ്റെ വൈഫ് ഒരിച്ചിരി കട്ട് ആൻഡ് ഷാർപ്പാണ്. അന്ന് 2 കുഞ്ഞുങ്ങളേ ഉള്ളൂ. അപ്പോൾ ആളെന്നോട് ചോദിച്ചു, ഇതെന്നതാ സാധനമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പപ്സ് എന്ന് പറഞ്ഞു. എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചു. 4 എണ്ണം ഉണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇതെന്തിനാണ് 4? ഞാനപ്പം പറഞ്ഞു, പിന്നെ നമുക്ക് 4 പേർക്ക് 4 അല്ലാതെ പിന്നെ 10 ആണോ വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വെച്ച് ഫ്രഷായി തിരിച്ചു വന്നു, ചായയൊക്കെ ഇട്ടു. ഞങ്ങൾ പപ്സിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഞാനും വൈഫും ഓരോന്നെടുത്തു, പിള്ളേർ ഓരോന്നെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനും വൈഫും ഒരെണ്ണം ഫുള്ള് കഴിച്ചു. പിള്ളേർ ജസ്റ്റ് ഒരു കടി കടിച്ചപ്പോഴത്തേക്ക് അതുങ്ങളുടെ വയറ് നിറഞ്ഞു. കാരണം നമ്മുടെ വയറാണല്ലോ ഇത്രയും, ഈ കുഞ്ഞുങ്ങളുടെ കുഞ്ഞാ. എന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഈ ഡസ്റ്റ്ബിനെ കൊണ്ടിട്ടു. കർത്താവ് നമ്മളോട് കണക്ക് ചോദിക്കും. അവൻ വട്ടം വരച്ച് അതിനകത്ത് നിർത്തി തന്നെ ചോദിക്കും. പറഞ്ഞ വാക്കുകൾക്ക്, ചെയ്ത പ്രവൃത്തികൾക്ക്, ചിലവാക്കിയ പൈസയ്ക്ക് അവൻ എണ്ണി കണക്ക് ചോദിക്കും. ആ കണക്കിൽ അവൻ കട്ടാൻ ഷാർപ്പാണ്. എന്നോട് അവൻ ചോദിച്ചു, എടാ ഒരു പപ്സിന് എത്ര വില? അന്ന് 12 രൂപ, ഇന്നെനിക്ക് തോന്നുന്നു 20-25 രൂപയായി. അന്ന് 12 രൂപ പപ്സിന്. 4 പപ്സിന് എത്ര രൂപയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു 48 രൂപ. എത്ര രൂപയ്ക്ക് നിങ്ങൾ തിന്നു? നീയും വൈഫും 24 രൂപയുടെ തിന്നു. കുഞ്ഞുങ്ങളോ 2 രൂപയുടെ തിന്നിട്ടുണ്ടാവുമോ എന്ന് ചോദിച്ചു. ചിലപ്പോൾ അതുപോലും കാണില്ല. പോട്ടെ, 2 രൂപയുടെ തിന്നെന്ന് വെച്ചോ, 2 4. ബാക്കി 20 രൂപയാണ് നിൻ്റെ ആ ഡസ്റ്റ്ബിന്നിൽ കിടക്കുന്നത്. നിനക്ക് എത്രയുടെ സാലറി ഒരു മാസം? ഞാൻ പറഞ്ഞു ഇത്ര കിട്ടും. അതിനകത്ത് ഇപ്പം 1 മിനിറ്റ് ഇപ്പം ഈ 20 രൂപ ഉണ്ടാക്കണമെങ്കിൽ നീ എത്ര മിനിറ്റ് കഷ്ടപ്പെടണം? ഇത്ര മിനിറ്റ് കഷ്ടപ്പെടണം. അപ്പോൾ അത്രയും മിനിറ്റ് അധ്വാനത്തിൻ്റെ ഫലമാണ് ആ ഡസ്റ്റ്ബിന്നിൽ കിടക്കുന്നത്. അവിടെ ആ ട്രെയിനിൽ ഒരു കുഞ്ഞിന് 20 രൂപയ്ക്ക് ഇല്ലാഞ്ഞിട്ട് ആ മനുഷ്യൻ പഴംപൊരി കൊടുക്കാതെ അതിൻ്റെ മുഖത്ത് പോലും നോക്കാതെ പോയപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ 20 രൂപ ഡസ്റ്റ്ബിന്നിൽ കിടക്കുന്നു. 20 രൂപയ്ക്ക് വിലയുണ്ട്. എന്നിട്ട് ഞാൻ വൈഫിനോട് ചോദിച്ചു, ഇനി എന്നാ ചെയ്യേണ്ടത്? അവൾ പറഞ്ഞു, അടുത്ത പ്രാവശ്യം വരുമ്പോൾ 2 പപ്സ് വാങ്ങിച്ചാൽ മതി. ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ട് പപ്സ് വാങ്ങിപ്പിക്കത്തുള്ളൂ. കാരണം എന്നും പപ്സ് വാങ്ങിച്ചുകൊണ്ടെന്നാൽ പപ്സിന് വിലയില്ലല്ലോ. പപ്സിന് വില ഉണ്ടാവണം. 2 ആഴ്ച കഴിഞ്ഞിട്ടേ വാങ്ങിപ്പിക്കത്തുള്ളൂ.
2 ആഴ്ച കഴിഞ്ഞ് 2 ആയിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ ബോക്സ് തുറന്ന് പിള്ളേർ 2 എടുത്തുകൊണ്ട് ഓടി. അപ്പോൾ ആകെ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് പപ്സ് കഴിക്കാൻ ചാൻസ് കിട്ടുന്നത്. അപ്പം പെട്ടെന്ന് ഞാൻ ഇങ്ങനെ പിള്ളേരുടെ മുഖത്ത് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇളയ കുഞ്ഞ് അവളിങ്ങനെ ചോദിച്ചു, അപ്പായ്ക്ക് കിട്ടിയില്ല അല്ലേ? പെട്ടെന്ന് കൊണ്ടുവന്ന് എൻ്റെ വായിൽ വെച്ചോ, പെട്ടെന്ന് ചെറുക്കം കൊണ്ട് ബിൻസിയുടെ വായിൽ വെച്ചോ, അങ്ങോട്ട് പിച്ച് ഇങ്ങോട്ട് പിച്ച് ഒരു 2 സെക്കൻഡ് കൊണ്ട് ഈ പപ്സ് തീർന്നു. എന്നിട്ട് എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ വാങ്ങിക്കാൻ മാത്രമല്ല കൊടുക്കാനും പഠിക്കണം, പഠിപ്പിക്കണം. ഇല്ലായ്മയുണ്ടെങ്കിലേ കൊടുക്കാൻ പഠിക്കത്തുള്ളൂ. എന്തിനാ ഈ ആഡംബരം കാണിക്കുന്നത്? ഞങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഞങ്ങളിപ്പോൾ ചില സന്ദർഭത്തിൽ നമ്മൾ യാത്ര ചെയ്യേണ്ടി വരുന്നുണ്ട്. നമ്മൾ മാക്സിമം പുറത്തുനിന്ന് കഴിക്കൽ ഒഴിവാക്കാറുണ്ട്. ഇനി ഇൻ കേസ് ചിലപ്പോൾ കണ്ടിന്യൂസ് 1-2 ദിവസത്തെ യാത്രയൊക്കെ ആയിരിക്കും. അപ്പോൾ പുറത്തുനിന്നൊക്കെ കഴിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഹോട്ടലിൽ ചെന്നിരുന്നിട്ട് ഞങ്ങൾ ചിലപ്പോൾ പറയാറുണ്ട്, ഞങ്ങൾ 5 പേര് ഒരു 5 പൊറോട്ടയും ഒരു കറിയും കൊണ്ടുവരാൻ പറയും. എന്നിട്ട് 5 പ്ലേറ്റും വേണമെന്ന് പറയും. അപ്പോൾ വെയിറ്ററെ ഞങ്ങളൊന്ന് സൂക്ഷിച്ചിങ്ങനെ നോക്കാറുണ്ട്, എന്ത് ഭാവിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഈ 5 പൊറോട്ട കൊണ്ടുവന്നിട്ട് അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തിട്ട് കഴിക്കും. കുഞ്ഞുങ്ങളൊന്നും ഒരെണ്ണമൊന്നും കഴിക്കത്തില്ലെന്നേ. ഏറ്റവും ഇളയവന് 4 വയസ്സാകുന്നുള്ളൂ. അവന് ഒരു അര പൊറോട്ട പോലും കഴിക്കത്തില്ല. എന്നിട്ടൊന്നും വേസ്റ്റാക്കില്ല. എന്നിട്ട് ഇനി അത്യാവശ്യം വേണോ ഒരെണ്ണം കൂടി വാങ്ങിക്കും, വേസ്റ്റാക്കരുത്. എന്നിട്ട് ആ മനുഷ്യൻ വീണ്ടും ആ ട്രെയിനിലൂടെ നടന്നു വന്നപ്പോൾ ഞാൻ ഒരു 30 രൂപ കൊടുത്തിട്ട് ഒരു 3 പഴംപൊരി വാങ്ങിച്ചിട്ട് ഞാൻ ഒരെണ്ണം എടുത്തു, 2 എണ്ണം ഈ കൊച്ചിലേക്ക് ഇങ്ങനെ നീട്ടി. അതിങ്ങനെ വാങ്ങിച്ചിട്ട് ഇതുപോലെ തന്നെ കട്ടിച്ച് വലിച്ച് തിന്നെയാണ്. അപ്പം ഞാൻ കൽക്കട്ടയിലെ അമ്മ തെരേസയുടെ ആ ജീവിത ചരിത്രത്തിൽ വായിച്ച ആ ഒരു സംഭവം പെട്ടെന്ന് മനസ്സിലൂടെ കൂടി ബണ്ണ് തീരുവോന്ന് പേടിയാണ്. അതിനുശേഷം ഇങ്ങനെ യാത്ര മുമ്പോട്ട് പോകുന്നു. ചങ്ങനാശ്ശേരിയോട് അടുത്തു. എനിക്ക് ഇറങ്ങാൻ വേണ്ടി സമയമായപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ഓവർകോട്ട് അങ്ങ് ഊരിയിട്ട് ഞാൻ പെട്ടെന്ന് അതിങ്ങനെ മടക്കി. എൻ്റെ പേഴ്സിൽ അധികം പൈസയൊന്നും ഞാൻ വെക്കാറില്ല. കൂടിപ്പോയി ഒരു 500-600 രൂപയോ ഞാൻ സോളിഡ് മണിയായിട്ട് ഞാൻ വെക്കാറുള്ളൂ. കാരണം പേഴ്സിൽ പൈസ ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ ചിലവാക്കണമെന്നൊരു ടെൻഡൻസി കാണും. നമ്മൾ വഴിയിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ കാണുന്നതും കണ്ടതും എല്ലാം ഇങ്ങനെ വാങ്ങിച്ച് കൈ വെച്ചുകൊണ്ട് പോകും. ഇല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കത്തില്ല, മിണ്ടാതെ പൊയ്ക്കോളും. അപ്പം ഈ സാധനം വാങ്ങിയത് കുറയ്ക്കാൻ വേണ്ടി ഞാനിങ്ങനെ പേഴ്സിലധികം പൈസയൊന്നും കരുതാറില്ല. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പേഴ്സ് തന്നിട്ട് അതിനകത്ത് നിന്ന് ഒരു 10-600 രൂപയും കൂടെ ഉള്ളായിരുന്നു. ഞാൻ ഒരു 500 രൂപയുടെ നോട്ടിങ്ങനെ എടുത്തിട്ട് ഈ കോട്ടിൻ്റെ കൂടെ ഇങ്ങനെ വെച്ചിട്ട് പെട്ടെന്ന് ഈ കൊച്ചിൻ്റെ നേരെ അങ്ങനെ നീട്ടി. അതിങ്ങനെ വാങ്ങിച്ചിട്ട് ഒരു 2 കോടി രൂപയുടെയൊക്കെ ഒരു ലോട്ടറി അടിച്ചാൽ ഒരു ഫീൽ എങ്ങനെയാണ് വരുന്നത്? അതിനെ തന്നെ ഇങ്ങനെ പിച്ചിയൊക്കെ നോക്കുക. ഇത് സ്വപ്നം വല്ലതും ആണോ അതോ റിയാലിറ്റി ആണോ? കാരണം ഒരു വിശപ്പിൻ്റെ വിളിയെന്ന് പറയുന്നത് അത് പട്ടിണി കിടന്നവർക്കേ അറിയത്തുള്ളൂ. വിശപ്പ് എന്താണെന്ന്. അങ്ങനെ പട്ടിണി കിടന്ന ഒരു മനുഷ്യൻ പോലും ഫുഡ് വേസ്റ്റാക്കില്ല. ബണ്ണ് തീരുപോകുന്ന പേടിയാണ്. എന്നിട്ട് അമ്മ പയ്യെ ആ കോൺവെൻറ്റിൽ നിന്ന് പുറത്ത് കിടന്നിട്ട് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 10 വർഷക്കാലത്തോളം ഈ അമ്മ ഒറ്റയ്ക്കാണ് ഒരു ലോഡ്ജിലാണ് മുറിയെടുത്ത് അവിടെ ഒറ്റയ്ക്ക് കഴിയുക. ആ ഒറ്റയ്ക്ക് കഴിയുമ്പോഴാണ് അമ്മയുടെ ഒത്തിരി റൈറ്റിങ്സും കാര്യങ്ങളെല്ലാം അമ്മ ഒത്തിരി പേർക്ക് ലെറ്ററൊക്കെ എഴുതുമായിരുന്നു. ആ ലെറ്റേഴ്സിൻ്റെയൊക്കെ ഒരു സമാഹാരമാണ്. ഒത്തിരി ബുക്സൊക്കെ ആയിട്ട് പബ്ലിഷൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനകത്തൊക്കെ അമ്മ എഴുതി വെച്ചേക്കുന്ന ഏറ്റവും വലിയൊരു ഒരു വാചകം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ഒറ്റപ്പെടലാണ്. ദ ഗ്രേറ്റസ്റ്റ് പോവർട്ടി ഈസ് ദ ലോൺലിനെസ് എന്നാണ് അമ്മ എഴുതി വച്ചിരിക്കുന്നത്. കാരണം ഏറ്റവും വലിയ ദാരിദ്ര്യം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ഒറ്റപ്പെടലാണ്. നമുക്കൊക്കെ എല്ലാവരും ഉണ്ട്. പക്ഷെ ചില സിറ്റുവേഷൻസൊക്കെ വരുമ്പോൾ, ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മളും ജീവിതത്തിൽ ഒറ്റയാണ്. അമ്മ എഴുതിയ കൊട്ടേഷൻസൊക്കെ നമ്മൾ നോക്കുമ്പോൾ അതിൽ എൻ്റെ ജീവിതത്തിൽ എന്നെ ഒത്തിരി സ്വാധീനിച്ചൊരു കൊട്ടേഷൻ ഇതാണ്: ഒറ്റപ്പെടലാണ് ലോകത്തിലെ ഏറ്റവും വലിയ പെയിൻ.
ദ ഗ്രേറ്റസ്റ്റ് പ്രോവർട്ടി ഈസ് ദ ലോൺലിനെസ് എന്ന അമ്മ അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഒറ്റപ്പെടൽ. എൻ്റെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിലും ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ഈ ഒറ്റപ്പെടൽ തന്നെയാണ്. മദർ തെരേസയൊക്കെ ഏതാണ്ട് ഒരു 10 വർഷക്കാലത്തോളം ആരുമില്ല, സഭയിൽ നിന്നൊരു സപ്പോർട്ടില്ല, ഒരു കമ്മ്യൂണിറ്റി ഇല്ല. ഒരു 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 യങ്ങായ ഒരു വനിത ഒറ്റയ്ക്ക് ജീവിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അതിനുശേഷമാണ് മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന് പറഞ്ഞൊരു കോൺഗ്രിഗേഷനൊക്കെ രൂപപ്പെടുന്നത്. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയൊരു സന്യാസ സമൂഹമായി ആ ഒരു ചാരിറ്റി കോൺഗ്രിഗേഷൻ മാറപ്പെട്ടതൊക്കെ അതിന് ശേഷമാണ്. കാരണം ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇതുപോലത്തെ ഒറ്റപ്പെടലിൻ്റെയും ഈ വെന്ത് നീറുന്ന വേദനയുടെയും സഹനത്തിൻ്റെയൊക്കെ ഒത്തിരി വില, ഒരു അടിസ്ഥാനം അവിടെയൊക്കെ ഇങ്ങനെ പണിയപ്പെട്ടിട്ടുണ്ട്. അപ്പം അമ്മ ഇങ്ങനെ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറയും, കർത്താവേ, ഞാൻ നിൻ്റെ കയ്യിലെ പെൻസിലാണ്, ഞാൻ നിൻ്റെ കയ്യിലെ പെൻസിലാണ്. ഈ പെൻസിൽ നന്നായിട്ട് എഴുതണമെങ്കിൽ നന്നായിട്ട് ഷാർപ്പൺ ചെയ്യണം, നന്നായിട്ട് ഷാർപ്പൺ ചെയ്യണം, അതിൻ്റെ മുന നന്നായിട്ട് കൂർക്കണം. അതുപോലെ നമ്മളും ഈ സഹനത്തിൻ്റെ ഒരു ചക്കിനകത്തിട്ടിങ്ങനെ നമ്മുടെ ജീവിതവും ഇങ്ങനെ ഷാർപ്പൻഡ് ആവും. ഇനി ആ പെൻസിലിൻ്റെ അറ്റത്തൊരു റബ്ബറും ഉണ്ട്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നെങ്കിൽ ഒന്ന് റബ്ബ് ചെയ്ത് തൂത്ത് കളയണം. നമ്മളും അങ്ങനെ ആയിരിക്കണം. പലരുടെയും ജീവിതത്തിലെ മുറിവുകൾ ഉണക്കാനായിട്ട് ആ ഒരു റബ്ബർ പോലെ ഇനി ആ പെൻസിലിങ്ങനെ ഇങ്ങനെ ഷാർപ്പൺ ചെയ്യ അതിങ്ങനെ കുറഞ്ഞു വരുവാണല്ലോ. സ്നാപകൻ പറഞ്ഞതുപോലെ ഞാൻ കുറയുകയും നീ വളരുകയും വേണം. മദർ തെരേസയുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. പിന്നെ അമ്മയുടെ ജീവിതത്തിൽ അമ്മ എഴുതി വെച്ച കാര്യങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ച മറ്റൊരു വാക്യം ഇതാണ്: വി ഫിയർ ദ ഫ്യൂച്ചർ ബിക്കോസ് വി ആർ വേസ്റ്റിംഗ് ടുഡേ. നമ്മളൊക്കെ നാളെക്കുറിച്ച് ഭയങ്കര ആകുലപ്പെടുന്നവർ. നാളെ എന്താകും, നാളെ നമുക്ക് കഴിയാൻ പറ്റുമോ, നാളെ അങ്ങോട്ട് പോകാൻ പറ്റുമോ? അങ്ങനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഇന്ന് ഞാൻ എൻ്റെ ജീവിതം വേസ്റ്റായി കളയായിരുന്നു. കാരണം ഇന്ന് ഞാൻ ചെയ്യേണ്ട പ്രൊഡക്ടിവിറ്റി എന്നിൽ നിന്ന് വന്നിട്ടില്ല. അങ്ങനെ വേസ്റ്റായിട്ട് കളയുമ്പോഴാണ് ഈ നാളെക്കുറിച്ചുള്ള ഒരു ആകുലത നമ്മുടെ ഉള്ളിൽ കയറുന്നത്. പിന്നെ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, നാളെ നമ്മുടെ കയ്യിലില്ല, എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. ഇന്നലെ ഒരിക്കലും നമുക്ക് തിരിച്ചു വരത്തില്ല. ഇന്നേ ഉള്ളൂ, ഇന്ന് ജീവിക്കുക. ഈ വഴിയെ കിടക്കുന്ന മരിക്കാറായ വൃദ്ധജനങ്ങളെയൊക്കെ അമ്മ എടുത്ത് ആശ്രമത്തിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് തെരുവിൽ കിടക്കുന്ന കുഷ്ഠരോഗികളെയൊക്കെ ഇങ്ങനെ എടുത്ത് കൊണ്ടുവന്ന് ശുശ്രൂഷിക്കും. അപ്പം ഈ അക്രൈസ്തവരായിട്ടുള്ളവരൊക്കെ അവരുടെ സമുദായത്തിൽപ്പെട്ടവരെയും ഉപേക്ഷിക്കപ്പെട്ടവരെയൊക്കെ അമ്മ ഇങ്ങനെ എടുത്തുകൊണ്ട് വരും. എന്നിട്ട് അവരിങ്ങനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമ്പോൾ അവരിങ്ങനെ അമ്മയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങൾ എന്തിനാണ് ഇവരെയൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്നത്? അപ്പം അമ്മ പറയുന്നൊരു കാര്യമുണ്ട്, ഐ വാണ്ട് ടു മേക്ക് ദം സ്മൈൽ ബിഫോർ ദേ ഡൈ. ഞാൻ അവർ മരിക്കുന്നതിന് മുമ്പ് അവരൊന്ന് ചിരിച്ച് കാണണം, ഞാൻ അവർക്കതാ ചെയ്തു കൊടുക്കുന്നത്. അവർ മരിക്കുന്നതിന് മുമ്പ്, അവരെന്തായാലും മരിക്കാൻ പോവാണ്, ഇന്നോ നാളെയോ മരിക്കും, പക്ഷെ മരിക്കുന്നത് ചിരിച്ചുകൊണ്ട് മരിക്കട്ടെ. ഐ വാണ്ട് ടു പീപ്പിൾ ടു സ്മൈൽ ബിഫോർ ദ ഡേ. അവർ മരിക്കുന്നതിന് മുമ്പ് അവരൊന്ന് ചിരിച്ച് കാണണം. കാരണം അതാണ് മദർ തെരേസ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ഒരു കണ്ടംപ്ലേറ്റ് ലൈഫ്, അതാണ് ബേസ് അമ്മയ്ക്ക് കിട്ടിയത്. ആ ഒരു കണ്ടംപ്ലേറ്റ് കോൺഗ്രിഗേഷനിൽ നിന്നാണ് അമ്മ ഈ ഒരു മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന് പറഞ്ഞിട്ട് വേറൊരു കോൺഗ്രിഗേഷൻ സ്ഥാപിച്ചങ്ങ് പോകുന്നത്. പക്ഷേ ആ ഒരു കണ്ടംപ്ലേറ്റ്, ആ ഒരു കോൺഗ്രിഗേഷനിൽ നിന്ന് കിട്ടിയ ആ ഒരു ചൈതന്യവും അമ്മ, ഞാനിങ്ങനെ വായിച്ചു കേട്ടിട്ടുണ്ട്, അമ്മ രാവിലെ പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് ഒരു 3 മണിക്കൂറോളം ദിവ്യകാരുണ്യത്തിൻ്റെ ഫ്രണ്ടിൽ നിശബ്ദമായിട്ടിരിക്കും. വലിയൊരു വാക്ചാതുര്യമോ ഒന്നുമില്ല, വലിയ സംഭവങ്ങളൊന്നും പ്രസംഗിച്ചിട്ടില്ല, വലിയ പ്രസ്ഥാനങ്ങളൊന്നും ഇറക്കിയിട്ടില്ല. പക്ഷേ 3 മണിക്കൂർ ഒരു കണ്ടംപ്ലേറ്റ് ലൈഫ്, കർത്താവിൻ്റെ കൂടെ ഇരിക്കാനും, കർത്താവിൻ്റെ കൂടെ ഇരിക്കും. എന്നിട്ട് അതിന് ശേഷമാണ് പുറത്തോട്ടിറങ്ങുന്നത്. അതുകൊണ്ടാണ് ആ ഐറിഷ് റൈറ്ററിനോട് അമ്മ പറഞ്ഞത്, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ അത് ചെയ്യാൻ നിർബന്ധിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ അത് ചെയ്യാൻ നിർബന്ധിക്കുന്നു. നമുക്കും ആ കർത്താവിൻ്റെ കൂടെ ഇരിക്കാം. പല കാര്യങ്ങളും നമുക്കും ചെയ്തു തീർക്കാനുണ്ട്.
നമ്മുടെ ജീവിതം ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. നമുക്ക് പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ട്. ആ ഒരു വിശുദ്ധയുടെ മാതൃക നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാം. പാവങ്ങളെയും വേദനിക്കുന്നവരെയും വിശക്കുന്നവരെയും നമുക്ക് കാണാം. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ പലതും ചെയ്യാൻ നിർബന്ധിക്കട്ടെ. പരിശുദ്ധ അമ്മേ, കൂട്ടായിരിക്കണമേ. മദർ തെരേസയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.